കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ പരീക്ഷണ പറക്കൽ ഇന്നു മുതൽ. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നതിനു മുന്നോടിയായുള്ള പരീക്ഷണ പറക്കൽ ഇന്നു മുതൽ. അഗത്തി, കടമത്ത്, കൽപ്പേനി, കവരത്തി, കിൽത്താൻ എന്നീ ദ്വീപുകളെ ബന്ധിപ്പിച്ചാണ് പരീക്ഷണ പറക്കൽ നടത്തുന്നത്. ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെയും വിനോദസഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്നതിൻ്റെയും ഭാഗമായാണ് വിവിധ ദ്വീപുകളിലേക്കു സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നത്. പരീക്ഷണ പറക്കലിനുള്ള സ്പൈസ് ജെറ്റ് വിമാനം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിച്ചു. ദ്വീപുകളിൽ നിന്ന് 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള യാത്രയാണ് കൊച്ചിയിലേക്ക്. 20 പേർക്ക് യാത്ര ചെയ്യാവുന്ന കനേഡിയൻ വൈക്കിംഗ് DHC 6400 ട്വിൻ ഓട്ടർ ഇരട്ട എൻജിൻ വിമാനമാണ് സർവീസുകൾക്ക് ഉപയോഗിക്കുന്നത്. പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കുന്നതോടെ യാത്രാ സർവീസുകളുടെ തീയതി DGCA പ്രഖ്യാപിക്കും. പരീക്ഷണ പറക്കലിൻ്റെ സമയക്രമം ലക്ഷദ്വീപ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് തീരുമാനിച്ചു. ഇന്നു രാവിലെ 10-ന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം രാവിലെ 11-ന് അഗത്തിയിൽ എത്തും. വൈകിട്ട് 3:30-ന് അഗത്തിയിൽ നിന്നും പുറപ്പെട്ട് 4:30-ന് തിരികെ കൊച്ചിയിലെത്തും. നാളെ 10:30-ന് കൽപ്പേനിയിൽ എത്തുന്ന വിമാനം ഇവിടെ നിന്നു തുടർന്നു കവരത്തിയിലെത്തി 3:30-ന് കവരത്തിയിൽ നിന്നും കൊച്ചിയിലേക്കും മടങ്ങും. 12-ന് രാവിലെ 11:30-ന് കടമത്ത് ദ്വീപിലെത്തുന്ന വിമാനം ഇവിടെ നിന്നു കിൽത്താനിലേക്ക് പോയി വൈകിട്ട് 3:30-ന് കൊച്ചിയിലേക്ക് മടങ്ങും. സ്കൈ ഹോപ്പ് കമ്പനിയാണ് പരീക്ഷണ പറക്കലിനു നേതൃത്വം നൽകുന്നത്. DGCA ഉദ്യോഗസ്ഥരും വിമാനത്തിൽ പരിശോധനയ്ക്കായി ഉണ്ടാകും. പരീക്ഷണ പറക്കൽ നടക്കുന്ന ദിവസങ്ങളിൽ ദ്വീപുകളിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഫയർ സർവീസ്, രക്ഷാപ്രവർത്തനത്തിനായി പരിശീലനം ലഭിച്ച ജീവനക്കാരുള്ള സുരക്ഷാ ബോട്ടുകൾ എന്നിവ സജ്ജമാക്കി. ലാൻഡിംഗ്, ടേക്ക് ഓഫ് വേളയിൽ അഗ്നിശമന ഉപകരണങ്ങൾ സജ്ജീകരിച്ച പ്രത്യേക ബോട്ടുകൾ അതതു ദ്വീപുകളിലെ പോർട്ട് അസിസ്റ്റന്റുമാർ ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്.